CPM-ന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളരുമെന്ന് വിചാരിച്ചിരുന്ന EP ജയരാജൻ എന്ന ശക്തനായ CPM-ന്റെ നേതാവിനെ ഒരു രംഗത്തും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ MP ജയരാജൻ എന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇവർ വ്യക്തിപരമായി ഏതെങ്കിലും രീതിയിൽ ദുർബലരായിട്ടാണോ നമ്മൾ ഇവരെ കാണാത്തത്? ഒരിക്കലുമല്ല. എന്താണ് CPM-ന്റെ ഉള്ളിൽ സംഭവിച്ചത്? അത് ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാൻ സാധിക്കും. പാർട്ടിയുടെ CPM കേരള ഘടകത്തിന്റെ കടിഞ്ഞാൺ ഒരാളുടെ കയ്യിലേക്കായി മാത്രം ഇതിനോടകം തന്നെ ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു ആശയം പാർട്ടിക്കുള്ളിൽ പോലും സജീവമാണ്. അതിൽ തന്നെ ഹൈലൈറ്റ് ടീച്ചറുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. കോവിഡ് പ്രതിസന്ധി സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ചയാക്കപ്പെട്ട, ഇന്ത്യക്ക് പുറത്തു പോലും പല അംഗീകാരങ്ങളും നേടിയ ഒരു ശക്തയായ CPM-ന്റെ വനിതയെ എന്തിനാണ് പേരാവൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ആ മണ്ഡലത്തിൽ CPM തോൽക്കുമെന്ന് കട്ട CPM-കാർക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് ദയാവധത്തിനാണ് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് കൊണ്ടുപോയത്. ഇത്തരമൊരു നടപടി ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും അർഹിച്ച സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ള വികാരം പാർട്ടിക്ക് അകത്തുണ്ട്. MA ബേബിയെ ഡൽഹിയിലേക്ക് മാറ്റിയതും ഇതേ പശ്ചാത്തലത്തിലാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ശബ്ദങ്ങളായിരുന്ന പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഒന്നെങ്കിൽ ഡൽഹിയിലേക്ക് നടത്തി, അല്ലെങ്കിൽ പാർട്ടി ദയാവധത്തിന് വിട്ടു, അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് പാർട്ടി തള്ളി. ഉൾപാർട്ടി ജനാധിപത്യം ശക്തമായിരുന്ന പാർട്ടി ഇന്ന് പൂർണ്ണമായും ഇല്ലാണ്ടായി. ഇന്ന് ഒരേ ഒരു ശബ്ദം മാത്രമേ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിലും ഉള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് CPM-കാർ പോലും പറയുന്നത്, പാർട്ടി ഇതിനോടകം തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രം, അതിനെ അങ്ങനെ കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ വിജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. അത് കേരളത്തിലെ സാമൂഹിക മാറ്റത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. EMS നമ്പൂതിരിപ്പാട്, സഖാവ് EK നായനാർ, സഖാവ് VS അച്യുതാനന്ദൻ, ഇത്തരം ആളുകൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, അവർ ജനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ നമ്മുടെ VS, നമ്മുടെ നായനാർ, നമ്മുടെ EMS എന്നുള്ളൊരു ഇമേജ് ആയിരുന്നു പ്രത്യേകിച്ചും ഈ മൂന്ന് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് കേരളത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു മുഖം. തൊഴിലാളിയുടെ വേദനയും കർഷകന്റെ ആശങ്കയും സാധാരണക്കാരായ മനുഷ്യരുടെ കുടുംബത്തിലെ പ്രതിസന്ധികളും അവരുടെ രാഷ്ട്രീയ ഭാഷയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന് മൂന്ന് നേതാക്കന്മാരായിരുന്നു ഇപ്പറയുന്ന മൂന്ന് പേരും. ഇവര് മാത്രമല്ല, ഒരുപാട് നേതാക്കന്മാർ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ച മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്ന പേരിൽ ഈ മൂന്ന് പേരും, അതായത് EMS, നായനാര്, VS അച്യുതാനന്ദൻ, ഇവർ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും മുഖമായിരുന്നു, സാധാരണക്കാരന്റെ ഭാഷയായിരുന്നു, സാധാരണക്കാരന്റെ പ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ജനകീയരായി മാറിയതും. പക്ഷെ ഇന്നത്തെ ഇടതുപക്ഷ നേതൃത്വത്തിനെതിരെ അണികളും സാധാരണക്കാരായ ആളുകളും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യമാണ്, അത്തരത്തിലുള്ള നേതാക്കളൊക്കെ എവിടെ പോയി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്, പിണറായി വിജയന്റെ നിലവിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആകുമോ എന്നുള്ളത്. ഇതൊരു രാഷ്ട്രീയ എതിരാളിയുടെ മുദ്രാവാക്യം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ആളുകൾക്കിടയിൽ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനകീയ ഭരണ സംവിധാനം നിലവിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരിച്ചിരുന്ന രീതിയിലുള്ള ഒരു ജനകീയ ഭരണ സ്വഭാവം ഇപ്പോഴത്തെ ഭരണകൂടത്തിലില്ല. ഒരു കാലത്ത് ജനങ്ങളോട് ചേർന്ന് നിന്ന് ഭരണം നടത്തിയിരുന്ന പാർട്ടിയായിരുന്നു CPM എന്നുള്ള ഒരു പൊതുവികാരം ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അധികാരത്തിന്റെ ഉയർന്ന മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങളെ കാണുന്ന ഒരു ഭരണകൂടമായിട്ടാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ, അതായത് ഇന്ന് അവസാനിക്കാൻ പോകുന്ന, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത, ഒരു സാധ്യതയുമില്ലാമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് പൊതുവെ ജനങ്ങളിലുള്ള ഒരു വിശ്വാസം. ഇവിടെയാണ് പിണറായിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്നത്. EMS പോലെ, നായനാർ പോലെ, VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളോട് സംസാരിച്ചിരുന്ന ജനകീയരായിരുന്നു. എത്രയൊക്കെ വിമർശിച്ചാലും ജനങ്ങളുമായി ഇത്തരം നേതാക്കൾക്ക് വളരെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അത് കാത്തു സൂക്ഷിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിരുന്നു. അവർക്കതിന് പരമാവധി സാധിച്ചിട്ടുമുണ്ട്. ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പിണറായി വിജയൻ ഇവിടെയാണ് വ്യത്യസ്തനാവുന്നത്.
അദ്ദേഹത്തിന് ഇതുപോലെയുള്ള ഒരു ജനകീയ മുഖം ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നേരെ മറിച്ച് വിമർശനങ്ങളെ സഹിക്കാൻ പറ്റാത്ത അഹങ്കാരിയായ, ജനങ്ങളിൽ നിന്ന് അകന്ന, ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അധികാര കേന്ദ്രത്തിനായ ഒരു നേതാവെന്ന പ്രതിച്ഛായയാണ് പിണറായി വിജയനെ നിലവിൽ കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ ഉള്ള ഇമേജ്. ഒരു മുഖ്യമന്ത്രി എന്നതിനേക്കാൾ എല്ലാം നിയന്ത്രിക്കുന്ന ഏകാധിപതി എന്നുള്ള ഒരു തോന്നലാണ് പിണറായി വിജയനെ കുറിച്ച് ജനങ്ങൾക്ക് നിലവിലുള്ളത്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നലുണ്ടായതല്ലോ? അത് ഈ സർക്കാരിന്റെ പ്രവർത്തന ശൈലി തന്നെയാണ് അതിന്റെ കാരണം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങി, പല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും മുടങ്ങി, ചെറുകിട വ്യാപാരികൾക്ക് കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വന്നു, യുവാക്കൾക്ക് എവിടെയും തൊഴിലില്ലാത്ത ഒരു അനുഭവപ്പെടുന്നു. ഓരോ കുടുംബത്തിന്റെയും ജീവിത ചെലവ് 10 വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 2 ഇരട്ടിയെങ്കിലും വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഇതൊക്കെ ഓരോ സാധാരണക്കാരെ നേരിട്ട് ബാധിച്ച വിഷയങ്ങളാണ്. സർക്കാരിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മറുപടി എന്താ? കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളത്. ഇത്തരം പ്രതിസന്ധികളൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ലൈവായിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ. അതും അദ്ദേഹം മാത്രമല്ല, കേരളത്തിന്റെ എന്തെങ്കിലും കാര്യത്തിനല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പോകുന്നത് കേരളത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചികിത്സക്കാണ്, അതും കുടുംബത്തോടൊപ്പം. നവകേരള സദസ് പോലുള്ള കോടികൾ പൊടിച്ചിട്ടുള്ള, അയ്യപ്പ സംഗമം പോലുള്ള കോടികൾ പൊടിച്ചിട്ടുള്ള ആഡംബരമായിട്ടുള്ള കൂട്ടായ്മകളും പരിപാടികളും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ആഡംബര വാഹന വ്യൂഹങ്ങളാണ് മുഖ്യമന്ത്രിക്ക് നിലവിലുള്ളത്. ഇത്തരം ദൂർത്ത്, പെൻഷൻ മുടങ്ങിയ, ശമ്പളത്തിൽ പ്രതിസന്ധി നേരിട്ട, തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന, അങ്ങനെ സമൂഹത്തിന്റെ പല തട്ടിലുള്ള ആളുകളൊക്കെ നേരിട്ട് കാണല്ലേ. ഇവരുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങിയാൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുകയും, എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിൽ യാതൊരു ചെലവ് ചുരുക്കലുമില്ല, അതിന് ദൂർത്തടിക്കുന്ന ഒരു സമീപനവും ജനങ്ങൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിനെ നമുക്ക് ജനകീയ സർക്കാർ എന്ന് പറയാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, സാധാരണക്കാരിൽ നിന്ന് പാർട്ടി അകന്നു, സർക്കാർ അകന്നു. ഒരു ഏകാധിപതിയുടെ എല്ലാ സ്വഭാവത്തിലും ഇതിനോടകം തന്നെ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു വ്യൂ പോയിന്റ് സാധാരണ ജനങ്ങൾക്ക് നിലവിലെ സർക്കാരിനെ കുറിച്ച്, അതായത് ഇന്ന് 3-ാം തീയതി അവസാനിക്കുന്ന, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സർക്കാരിനെ കുറിച്ചുണ്ട്. ജനങ്ങൾക്ക് കൊടുക്കാൻ ക്യാഷില്ല, എന്നാൽ സർക്കാരിന് ദൂർത്തടിക്കാൻ ഇഷ്ടം പോലെ ക്യാഷ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനമല്ല, ഇത് കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന അനുഭവമായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. സ്വന്തം ചെലവിൽ ഭരണകൂടം സ്വന്തം ചെലവുകളിൽ യാതൊരു നിയന്ത്രണം കാണിക്കാതിരിക്കുകയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറയുകയും ചെയ്യുമ്പോൾ അത് തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിരോധാഭാസമായിരുന്നു. മറ്റൊരു കാര്യം, നിലവിൽ CPM നേരിടുന്ന ഒരു നേതൃത്വ പ്രതിസന്ധിയുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ലേറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു കാലത്ത് CPM-ന്റെ മുഖമായിരുന്ന EP ജയരാജൻ എവിടെ പോയി? CPM-ന്റെ എല്ലാമായിരുന്ന P ജയരാജൻ എവിടെ പോയി? മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന MV ജയരാജൻ എവിടെ പോയി? ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആയിരുന്ന CPM-ന്റെ TV കൂടിയായിരുന്ന തോമസ് ഐസക്. ശൈലജ ടീച്ചറെ പോലുള്ള CPM-ന്റെ മുഖമാക്കാവുന്ന, സ്ത്രീ സാന്നിധ്യമാക്കാവുന്ന ശൈലജ ടീച്ചർ എവിടെ പോയി? ഇത്തരം ചോദ്യങ്ങള് സാധാരണക്കാർക്കിടയിൽ മാത്രമല്ല, CPM-ന്റെ അണികൾക്കിടയിൽ പോലും ഇത്തരം ചർച്ചകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിയിൽ ജനകീയ സ്വാധീനവും സ്വതന്ത്രമായ ശബ്ദവുമുള്ള പല നേതാക്കളും പതിയെ മുൻനിരയിൽ നിന്ന് പിൻനിരയിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഫീലിംഗ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കുണ്ട്. P ജയരാജൻ പോലുള്ള CPM-ന്റെ ശക്തമായ ഒരു മുഖത്തിന്റെ സാന്നിധ്യം ഇന്ന് പാർട്ടിയിൽ നമ്മൾ കാണുന്നതിനല്ല. M സ്വരാജിനെ പോലുള്ള ഒരു വാഗ്മിയായ, ഒരു പൊതുപ്രവർത്തകനായ, പൊതുസ്വീകാര്യനായ ഒരു നേതാവിനെ CPM-ന്റെ യാതൊരു തീരുമാനങ്ങളും നമ്മൾ കാണുന്നില്ല. CPM-ന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളരുമെന്ന് വിചാരിച്ചിരുന്ന EP ജയരാജൻ എന്ന ശക്തനായ CPM-ന്റെ നേതാവിനെ ഒരു രംഗത്തും നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ MV ജയരാജൻ എന്ന മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇവർ വ്യക്തിപരമായി ഏതെങ്കിലും രീതിയിൽ ദുർബലരായിട്ടാണോ നമ്മൾ ഇവരെ കാണാത്തത്? ഒരിക്കലുമല്ല. എന്താണ് CPM-ന്റെ ഉള്ളിൽ സംഭവിച്ചത്? അത് ഏറ്റവും സിമ്പിളായി നമുക്ക് പറയാൻ സാധിക്കും. പാർട്ടിയുടെ CPM കേരള ഘടകത്തിന്റെ കടിഞ്ഞാൺ ഒരാളുടെ കയ്യിലേക്കായി മാത്രം ഇതിനോടകം തന്നെ ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു ആശയം പാർട്ടിക്കുള്ളിൽ പോലും സജീവമാണ്. അതിൽ തന്നെ ശൈലജ ടീച്ചറുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത്. കോവിഡ് പ്രതിസന്ധി സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും ചർച്ചയാക്കപ്പെട്ട, ഇന്ത്യക്ക് പുറത്തു പോലും പല അംഗീകാരങ്ങളും നേടിയ ഒരു ശക്തയായ CPM-ന്റെ വനിതയെ എന്തിനാണ് പേരാവൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത്? ആ മണ്ഡലത്തിൽ CPM തോൽക്കുമെന്ന് കട്ട CPM-കാർക്ക് പോലും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് ദയാവധത്തിനാണ് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് കൊണ്ടുപോയത്.
ഇത്തരമൊരു നടപടി ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും അർഹിച്ച സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ള വികാരം പാർട്ടിക്ക് അകത്തുണ്ട്. MA ബേബിയെ ഡൽഹിയിലേക്ക് മാറ്റിയതും ഇതേ പശ്ചാത്തലത്തിലാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ശബ്ദങ്ങളായിരുന്ന പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഒന്നെങ്കിൽ ഡൽഹിയിലേക്ക് കടത്തി, അല്ലെങ്കിൽ പാർട്ടി ദയാവധത്തിന് വിട്ടു, അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് പാർട്ടി തള്ളി. ഉൾപാർട്ടി ജനാധിപത്യം ശക്തമായിരുന്ന പാർട്ടി ഇന്ന് പൂർണ്ണമായും ഇല്ലാണ്ടായി. ഇന്ന് ഒരേ ഒരു ശബ്ദം മാത്രമേ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് വെളിയിലും ഉള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് CPM-കാർ പോലും പറയുന്നത് പാർട്ടി ഇതിനോടകം തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇത് കേവലം ഒരു സംഘടനാ പ്രശ്നമല്ല, ഭാവിയിലെ നേതൃത്വത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ആലോചിക്കേ, പിണറായി വിജയന് ശേഷം ആരാണ് CPM-ന്റെ മുഖം? ജനങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ വിശ്വാസത്തോടെ നിർത്താൻ കഴിയുന്ന CPM-ന്റെ അടുത്ത തലമുറയിലെ പുതിയ തലമുറയിലെ മുഖം ആരാണ്? അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളെ നമ്മൾ ഇന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ അവസാനത്തെ ഗവൺമെന്റ് ആണ് ഇന്നത്തോടെ അവസാനിക്കാൻ പോകുന്നത്. ഇനി കേരളത്തിൽ CPM ഉണ്ടാവില്ല. അത് ഏകദേശം ഉറപ്പായിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനോടകം തന്നെ നേതൃത്വമില്ലാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ CPM മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം? എന്തിനാണ് ജനകീയരായ നേതാക്കളെ പാർട്ടിയുടെ പിന്നാമ്പുറത്തേക്ക് പാർട്ടി തള്ളിവിട്ടത്? ആർക്ക് വേണ്ടിയാണ് ഇത്തരം ഒതുക്കലുകൾ പാർട്ടിക്കകത്ത് സംഭവിച്ചത്? ഉത്തരം നിങ്ങൾ എല്ലാവർക്കും ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് പറയാം. നാളെ വരുന്ന റിസൾട്ട് സീറ്റുകളുടെ കണക്ക് മാത്രമല്ല നമ്മൾ പറയുക. കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസം ഇല്ലാതായോ എന്നുള്ളതിന്റെ ഉത്തരം കൂടിയായിരിക്കും നാളെ വരുന്ന റിസൾട്ട് നമ്മോട് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ CPM-ന്റെ അവസ്ഥ എന്നുള്ളതിന്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്ക് നാളത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിന്റെ അവസാനമായും ചരിത്രം ഇതിനെ രേഖപ്പെടുത്തും. ഇത്തരം ഒരു അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, കേരളത്തിൽ CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? ഒരു സംശയം വേണ്ട, അത് പിണറായി വിജയനാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPM എന്ന പാർട്ടി കേരളത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ പോകുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുമിക്കാതെ കാണാമെന്ന പ്രതീക്ഷയോടെ